സിദ്ദിന്റെ വീടിന് മുന്നിലെത്തുന്ന ആസ്മയും കൂട്ടരും കയറാൻ ശ്രമിക്കുന്നതിലും സെക്യൂരിറ്റീസ് അനുവദിക്കുന്നില്ല. പോലീസ് എന്ന് പറഞ്ഞിട്ടും ഇത് പ്രൈവറ്റ് പാർട്ടിയാണ്, ഒന്നുകിൽ അതിന്റെ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ വാറണ്ട്, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിലേ അകത്തേക്ക് കടത്തിവിടാനാകൂ എന്ന അടമൻ്റായി നിൽക്കുകയാണ്. എങ്ങനെയോ അവിടേക്ക് ഈ സമയം തന്നെ എത്തിച്ചേരുന്ന താനിയെ കണ്ട് മറ്റുള്ളവർക്ക് അത്ഭുതം. കോൺസ്റ്റലേഷനിലെ ഭീകരമായ സിറ്റുവേഷൻ കാണിക്കാനാണ് അവൾ എത്തിയിരിക്കുന്നത്. സകല സ്റ്റാഴ്സിനെയും ഇരുണ്ട മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാമെന്ന് താനുവും. പെട്ടെന്ന് ആസ്മ തോക്കെടുക്കുന്നതോടെ സിറ്റുവേഷൻ രൂക്ഷമാകുമ്പോൾ ഇതേ സമയം കുട്ടിയായിരിക്കുന്ന കരൺ മറ്റുള്ളവരുടെ കെട്ടഴിക്കുകയാണ്. കായ് കരണെ പിടിച്ച് വീണ്ടും ശ്രമിക്കുന്നതോടെ അവൻ പൂർവാവസ്ഥയിലെത്തുമ്പോൾ എന്ത് ചെയ്തിട്ടാണേലും ബേല രക്ഷിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ബേല അലിയും ബഗുവിനെയും രക്ഷിക്കണമെന്ന് നിൽക്കുന്നത് കണ്ട് കരൺ പോകാനൊരുങ്ങുമ്പോൾ അവൾ അവൻ്റെ മുറിവ് ഹീൽ ചെയ്യുന്നു. ഇതേസമയം ലൈബ്രറിയിൽ ഒളിപ്പിച്ചിട്ടുള്ള ആ ക്രിസ്റ്റൽ സിദ്ധ് അത് എടുക്കുകയാണ്. ബേല നേരെ റൺവീറിനെ പവർ ഉപയോഗിച്ച് ബോധം തിരിച്ചു വരുത്തുന്നതും അവിടെ അടുത്ത പ്രശ്നം. ബേലയെ കണ്ട് അവളാണ് അടിച്ചിട്ടതെന്ന് വഴക്കിട്ട് പോകാൻ ഒരുങ്ങുന്നതും ബേല നിർത്താനായി അവളുടെ പവർ ഉപയോഗിച്ച് അവിടെ പാറക്കെട്ടുകൾ സൃഷ്ടിക്കുന്നു. റൺവീറാകട്ടെ അവൻ്റെ പവർ വെച്ച് അത് തകർത്തിട്ട് പോകുന്നു. തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തി പാർട്ടിയിലേക്ക് ആസ്മയും കൂട്ടരും കയറുന്നത് കാണുന്ന കരൺ അവരുടെ കാര്യം പറയാൻ ശ്രമിക്കുന്നതിലും അഹാനും മീരയും അവനെ അടിച്ചിട്ട് വീണ്ടും ഒരു മുറിക്കുള്ളിലായി കെട്ടിയിടുന്നു. അവിടെ ബന്ധനസ്ഥരാക്കിയിട്ടുള്ള ബഗുവിനെയും അലിയെയും ഒടുവിൽ ഗരാഷിൽ കൊണ്ടുവരുന്നതോടെ 5 പവേഴ്സും ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. റൺവീർ പവറിന് മേൽ കിട്ടാൻ പോകുന്ന അധികാരത്തിൽ ത്രിൽഡായി നിൽക്കുമ്പോൾ സിദ്ധ് ആ ക്രിസ്റ്റൽ നീട്ടുന്നെങ്കിലും ഉടൻ കായ വന്നത് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ബേല അലിയുടെ ബോധം വരുത്തിയ ശേഷം ഓടിയെത്തുമ്പോഴാകട്ടെ സിദ്ധ് റൺവീറിനെ ഉപയോഗിച്ച് ക്രിസ്റ്റൽ തിരിച്ചു മേടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ലൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരമാണെന്നും നഷ്ടമാക്കരുതെന്നെല്ലാം പറഞ്ഞ്. ഇതേസമയം ആസ്മ കരണിനെ കണ്ടെത്തുന്നത് വഴി അവൻ സിദ്ധിന്റെ മകനാണെങ്കിലും എതിരെ പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കി പാർട്ടി ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കുന്നതും കാറ്റ്. ഇത് റൺവീറിന്റെ പരിപാടിയാണെന്ന് താന് പറയുമ്പോൾ അവൻ ഇന്തരം പവർ വെച്ച് കായി അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിലും ബഗു അവളുടെ പവർ വെച്ച് ഡിസ്ട്രാക്ട് ചെയ്യുന്ന തക്കത്തിന് കായ് ഓടിപ്പോകുന്നതിന് പിറകെ സിദ്ധം വെച്ച് പിടിക്കുമ്പോൾ റൺവീറിനെ ചതിക്കുടിയിലാക്കിയിരിക്കുന്നതായി മനസ്സിലാക്കാൻ ബേല ശ്രമിക്കുന്നു. സിദ്ധ് ഒരു നീചനാണെന്നും റൺവീറിനെ ഉപയോഗിക്കുന്ന ഫ്രോഡാണെന്നും പറയുന്നത് കേൾക്കുന്ന അഹാൻ ദേഷ്യത്തോടെ വന്ന് അച്ഛനെ പറ്റി ഒന്നും പറയുമെന്ന് പറഞ്ഞിട്ട് പവർ അച്ഛൻ്റെ കൈക്കൽ വരാൻ തന്നെയായിരുന്നു പ്ലാനെന്ന് വെളിപ്പെടുത്തുന്നതും റൺവീറിന് ഞെട്ടലും ദേഷ്യവും വന്ന് അഹാനെതിരെ പവർ യൂസ് ചെയ്യാൻ ഒരുങ്ങുന്നത് കണ്ട ബേല തടുത്തിട്ട് വിശ്വാസവഞ്ചന കാട്ടിയതിന് അഹാനുമായി വഴക്കിട്ട് ഒടുവിൽ കൺട്രോൾ പോയി അവളിലെ മറ്റൊരു പവർ യൂസ് ചെയ്യുന്നു. വള്ളികൾ പടർന്നു പിടിച്ച് അഹാനെ മുറുക്കവേ ഈ എഫക്റ്റിൽ താഴെ വീണു പോകുന്ന ക്രിസ്റ്റൽ എടുക്കാനെത്തുന്ന സിദ്ധിനെ തോക്കിന് മുന്നിലാക്കുന്ന ആസ്മയും. തക്ക സമയത്ത് താനും കാർത്തിക്കും എത്തി ബേലയോട് നിർത്താൻ പറയുന്നതിനെ തുടർന്ന് അഹാന്റെ ജീവൻ തിരിച്ചു കിട്ടുകയാണ്. ഒടുവിൽ ഡേഞ്ചറായ സിറ്റുവേഷനിൽ നിന്നും സിദ്ധിനെയും അഹാനെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ബഗുവിനെ ആക്രമിക്കാൻ മുതിർന്ന മീരയെ അലി എത്തി അവളെ അഗ്നിക്ക് നടുവിൽ നിർത്തിയെങ്കിലും പിന്നീട് അവളെ എങ്ങോട്ട് പോയെന്ന് കണ്ടിട്ടില്ല. എല്ലാവരെയും രക്ഷിക്കുന്നതിൽ കാരണക്കാരനായ കരണെ ബേല നന്ദി പറഞ്ഞ് പുണരുമ്പോൾ താഴെ കുറ്റബോധത്താൽ നിൽക്കുന്ന റൺവീറും. എന്നാൽ മറ്റൊരു നിഗൂഢത വീണ്ടും വരികയാണ്. കോൺസ്റ്റലേഷനിലെ ഒരു നക്ഷത്രം ഇപ്പോൾ നിറം മാറി മഞ്ഞയായിരിക്കുന്നു. താനിയ ഇത് നോട്ട് ചെയ്ത് കാർത്തികിനെ കാട്ടുന്നെങ്കിലും ഇതെങ്ങനെയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. ആ ക്രിസ്റ്റൽ ഒടുവിൽ വീട്ടിലെത്തിച്ച് ഇതിനി ആർക്കും എടുക്കാനാകാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നതായിരിക്കും എന്നറിയിക്കുമ്പോൾ ഇത്രയും നടന്നുകൊണ്ട് തന്നെ ഇനി ഇവിടെ ആരും ഇത് എടുക്കാൻ പോകില്ലെന്ന് ബേലയും. റൺവീർ എല്ലാവരോടുമായി മാപ്പ് പറഞ്ഞും സകല പേരൻസും പവറിനെ പറ്റിയൊക്കെ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചതുകൊണ്ടുണ്ടായ ത്വരയും പ്രശ്നങ്ങളുമൊക്കെ അല്ലേ എന്ന് എക്സ്ക്യൂസ് ചെയ്യുന്നതിന് പിറകെ കാർത്തിക് ഒരു തീരുമാനമെടുക്കുന്നു. ശരിയാണ്, ഇനിയൊരു മറ വേണ്ട, ഞങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെയും അപ്പോൾ നിങ്ങളെ അറിയിക്കും. ഞങ്ങൾ കണ്ടുപിടിക്കുന്നതോ എന്ന് സംശയത്തോടെ ബേല. കാർത്തിക് പരിങ്ങി ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് താനുവും ആസ്മയാണെന്ന് പറയുമ്പോൾ ആസ്മയും ഒരു ഡിസിഷൻ എടുക്കുന്നു. 5th എലമെൻറ്റും എത്തിയോടെ ഇനി പവർ രഹസ്യമാക്കാനല്ല ശ്രമിക്കേണ്ടത്, അതിനെ കൈകാര്യം ചെയ്യുന്ന വിധമാണ് കരസ്ഥമാക്കേണ്ടത്. കാരണം ഇനിയാണ് അപകടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അഹാന്റെ ചതിയിൽ കൂടെ വീണതോടെ ബേല ഇനി പരമിന്റെ വീട്ടിൽ നിൽക്കില്ലെന്നും അവിടെ അവന്റെ ദുസ്വപ്നമായിരിക്കുമെന്നും അതുകൊണ്ട് കരന്റെ വീട്ടിൽ തങ്ങിയല്ലോ എന്നുള്ള ചോദ്യം കേട്ട് ഞെട്ടുന്നത് വേറെ ആരുമല്ല, താനിയ. താനുവിൻ്റെ വീട്ടിലെ അവിടെ പോകുന്ന പെട്ടെന്ന് പറഞ്ഞിട്ട് അല്ല കായ്ക്കും ഒരു കമ്പനി ആവുമല്ലോ നിൽക്കുമ്പോൾ ബേലയ്ക്കും താനുവിനും താനിയിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. താനുവിനിപ്പോൾ ബേലയുടെ വിരോധമൊന്നുമില്ല. അങ്ങനെ പോകാനൊരുങ്ങുമ്പോൾ ആ ഗ്രന്ഥമൊക്കെ നിന്ന് വായിക്കുന്നത് സംശയത്തോടെ നിന്ന് നോക്കുന്ന ബേല പോവുകയാണെന്നും പറഞ്ഞ് താനിയെ വിളിച്ച് സിയു അലിഗേറ്റർ എന്ന് പറയുന്നതും ഇനെ വയൽ ക്രോക്കഡൈൽ എന്ന മറുപടി താനിയിൽ നിന്നും. ഇരുവരും പെട്ടെന്ന് ഷോക്കാവുകയാണ്. കാരണം ബേല അവളുടെ മമ്മി താബുവിനോടും എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഫ്രേസാണ് പറയാറുള്ളത്. അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞ ഷോക്കിൽ താനിയെ നോക്കി നിൽക്കുന്നതോടെ ബേലയ്ക്ക് മനസ്സിലാവുകയാണ് താനിയ താബുവാണ് അവളുടെ മമ്മി. കുറച്ചു മുമ്പ് കായ് അവൻ്റെ പവർ വെച്ച് കരണെ ചെറുതാക്കിയതും ഇപ്പോൾ താബുവിന് മാത്രം വായിക്കാൻ കഴിയുന്ന ഗ്രന്ഥം ഇവൾ വായിക്കുന്നതും വഴി ഇത് മനസ്സിലാക്കുമ്പോൾ ഇത്രയും കാലം മമ്മിയെ കിട്ടാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ താബു കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്നുള്ള വിവരം മറച്ചു വെച്ചതിനെ കായും കൂട്ടുന്നതിൽ അവനോടും രഹസ്യമാക്കിയതിൽ കാർത്തിക്കിനോടും ദേഷിച്ചിട്ട് തിരികെ താബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിലെത്തിക്കാൻ പറയുന്നതിനെ തുടർന്ന് കാർത്തിക് കായുടെ പവർ ഉപയോഗിക്കാൻ പറയുമ്പോൾ എന്നാൽ അവന് സാധിക്കുന്നില്ല. ടെൻഷൻ ആയതുകൊണ്ടാണോ എന്താ സംഭവിക്കുന്നതെന്ന് നിൽക്കുന്നതും ബേല സകലതും മറച്ചു വെച്ച് താനിയെ ഇനി കാണണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു കരണടുക്കലേക്ക്. ഇതേ സമയം മറ്റൊരു പ്രശ്നവും ആരംഭിക്കുന്നു. താനുവിനോട് തട്ടിക്കയറുന്നത് കണ്ട് കായോട് അക്ഷത് അച്ഛനമ്മമാരോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന ജാൻവിയുടെ വയലിൽ നിന്നും കായ് മകനാണോ എന്നുള്ള കുത്തുവാക്ക് വീഴുന്നു.
ജാൻവി ആരും തന്നെ വകവയ്ക്കാത്തത് കൊണ്ട് തന്നെ അബ്രോഡിലേക്ക് പോയി പഠിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിലാണ്. അക്ഷത് ഈ പറഞ്ഞതിൽ സംശയിക്കുമ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ പരമിന്റെ വീട്ടിൽ നിന്ന് ലഗേജ് എടുത്ത് ക്യാമ്പസിലേക്ക് പോകുന്ന ബേലയിൽ ബഗുവുമൊത്ത് താമസിക്കാൻ തീരുമാനിക്കുന്ന ബേലയോട് താനിയായി മാറിയിരിക്കുന്ന താബു തന്റെ കൂടെ വന്ന് നിൽക്കാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൾ ദേഷ്യത്തിൽ തന്നെ. കുറ്റബോധം പേർ നടക്കുന്ന റൺവീർ ബേലയുടെ വന്ന് കഴിഞ്ഞതിനെല്ലാം സോറി ചോദിക്കുന്നതിലും നിലവിൽ ഈ ഒരു അകൽച്ചയാണ് നല്ലതെന്ന് പറഞ്ഞ് അവനിൽ നിന്നും ഒഴിയുന്നു. വൈകിയുള്ള പവർ ട്രെയിനിങ് ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ ഈ പവർ ഒരു ശാപം എന്ന് പറയുന്നതിന് പിന്നിലെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്നാണ് ഇതിന്റെ കഥ തുടങ്ങുന്നത്. അഗ്നി, വായു, ജലം, ഭൂമി എന്നീ 4 എലമെന്റ്സിന് ജന്മം നൽകിയപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു സൃഷ്ടിയായ വിൻ എന്നതിനെ മറന്നു. സൃഷ്ടാവിന്റെ പുത്രനായിരുന്ന വിൻ ഇതിൽ വളരെ നിരാശനായിരുന്നു. പതിയെ സൃഷ്ടാവ് മറ്റൊരു പുതിയ എലമെന്റിന് ജന്മം നൽകി, ലൈഫ്. ക്രിയേറ്ററിന് അത് ഏറ്റവും മഹത്തായ ഒരു ദിനമായപ്പോൾ വിന്നിന് അത് ഏറ്റവും ഇരുണ്ടൊരു ദിനമായി മാറി. അവന്റെ ദേഷ്യമെല്ലാം എലമെന്റ്സിനെ നശിപ്പിക്കുക എന്നതായി തീർന്നു. കാരണം മറ്റൊന്നും വരുന്നില്ല, സൃഷ്ടാവ് വീണ്ടും തനിക്കടുത്തേക്ക് എത്താനുള്ള ആഗ്രഹം. അങ്ങനെ വിന്നിന്റെ ആദ്യ ടാർഗറ്റ് സൃഷ്ടാവിന്റെ പ്രിയപ്പെട്ട ലൈഫായിരുന്നു. വിന്നിനെതിരെ പോരാടാൻ മറ്റെലമെന്റ്സിനോട് ലൈഫ് സഹായം ചോദിച്ചെങ്കിലും ആരും തയ്യാറായില്ല. അങ്ങനെ ഒറ്റയ്ക്ക് പോരാടി തോൽക്കേണ്ടി വന്നതോടെ വിൻ ഈ എലമെന്റ്സിനെ ലക്ഷക്കണക്കിന് പീസുകളാക്കി പ്രപഞ്ചത്തിൽ മൊത്തം വ്യാപിപ്പിച്ചു. എന്നാൽ വിന്നിന് ഇതിന്റെ പരിണിതഫലം തീർച്ചയായും അനുഭവിക്കേണ്ടി വന്നു. സൃഷ്ടാവിൽ നിന്നും 4 എലമെന്റ്സിന്റെ കാര്യത്തിൽ അവരുടെ സ്വാർത്ഥതയാൽ ശപിക്കപ്പെട്ടു. മരണമുള്ള മനുഷ്യരിലൂടെ അവർ തള്ളിക്കളഞ്ഞ ലൈഫായി ഭൂമിയിൽ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ടു. അങ്ങനെ അന്നു മുതൽ പരമ്പരയായി മനുഷ്യരിലൂടെ കൈമാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ശാപം നീക്കം ചെയ്യാൻ 4 എലമെന്റ്സും കേണപേക്ഷിച്ചെങ്കിലും സൃഷ്ടാവിന് തയ്യാറായില്ല. പകരം ലൈഫ് എലമെന്റ് വീണ്ടും വരുന്ന കാലം അത്രയും ഇങ്ങനെ തുടരുമെന്ന് കൽപ്പിച്ചു. ലൈഫ് തിരികെ വരുമ്പോൾ കോൺസ്റ്റലേഷനിൽ 5ാം നക്ഷത്രം പ്രത്യക്ഷപ്പെടും. അതിൻ്റെ കൂടെ തന്നെ ആപത്തും. തെറ്റാവർത്തിക്കാതെ ഈ 4 പവേഴ്സും ലൈഫിനെ സംരക്ഷിക്കുന്ന ആ ഒരു സമയം മാത്രമേ ഈ ശാപത്തിന് ഒരു മോക്ഷമുണ്ടാകൂ. അങ്ങനെ വീണ്ടും ഈ 4 എലമെന്റ്സും ഇമ്മോർട്ടൽസ് ആകുകയുള്ളൂ. കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നാൽ നിലവിലെ സാഹചര്യം നോക്കിയാലോ, ഈ 5 പേരും തമ്മിൽ ഒരു ചേർച്ചയുമില്ലാതെ പരസ്പരം വഴക്കടിച്ച് നിൽക്കുന്ന സന്ദർഭവും അത് മാറിയാൽ മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ തിരികെ വീട്ടിലെത്തുന്ന താനുവിനെ നേരിടേണ്ടി വരുന്നത് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ. വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന അവരുടെ ഭർത്താവ് അക്ഷത് ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, കായ് എൻ്റെ മകനല്ലേ എന്ന്. താനിയ ഇത് കേട്ട് വളരെ പരിഭവത്തോടെയും വിഷമത്തോടെയും തന്നെ എല്ലാം വിശദീകരിക്കാമെന്ന് പറയുന്നതിലും അക്ഷത് വളരെ വികാരാധീനനാണ്. ജാൻവി അയാളുടെ സത്യമെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാലം സ്വന്തം മകനെന്ന് കരുതി പൊന്നെ പോലെ വളർത്തിയത് മറ്റാളുടെ കുട്ടിയായിരുന്നുവെന്നും സ്വന്തം കുട്ടി മരിച്ചതിൽ വിഷമമുണ്ടെങ്കിലും അതിലും വലിയ വേദന ഇതെല്ലാം ഇത്രയും കാലം സ്വന്തം ഭർത്താവിനോട് തന്നെ മറച്ചു വെച്ചതിനാണ്. ഗർഭം അലസിയതിൽ എല്ലാവരും തന്നെ കുറ്റക്കാരിയാക്കുമെന്ന് കരുതി താനും മറച്ചു വെച്ചപ്പോൾ എന്നാൽ ഈ ചതി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ചിന്തിക്കാൻ സമയം വേണമെന്നും കായിയെ കണ്ട് ഇത് നിന്റെ പ്രശ്നമല്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. കായ്ക്ക് താനുവിനോടുള്ള ദേഷ്യം ഇരട്ടിക്കുമ്പോൾ ആകെ വിഷമത്തിലായിരിക്കുന്ന താനുവിന് വരുന്ന ഫോൺ കോളിൽ ചോദിക്കുന്നത് നിങ്ങൾ തീരുമാനമെടുത്തോന്ന്. ഞാൻ ആ ഓഫർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ കാർത്തിക് റിസർച്ച് റൂമിൽ നിൽക്കെ ആ ഗ്രന്ഥത്തിൽ നിന്നും പ്രകാശം വരുന്നതുകൊണ്ട് തുറന്നു നോക്കുമ്പോഴാകട്ടെ അതിൽ പുതിയൊരു പേജ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആദ്യമായി ഇങ്ങനെയൊന്ന് സംഭവിക്കുമ്പോൾ ഇത് കാണുന്ന കാർത്തികിന്റെ ഭയം ഇതിനി മറ്റൊരാപത്തിന്റെ മറ്റേതെങ്കിലും പുതു സൂചനയോ? കാത്തിരുന്ന് കാണാം.